നമ്മോടൊപ്പം മലയാള സിനിമയിൽ എന്തു സംഭവിക്കുന്നുവെന്നാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവാട്ടോൺ തുടരുകയാണ്. പുതിയ സംഘടനയ്ക്കായി കരുനീക്കങ്ങൾ തുടരുമ്പോൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നത് എന്താണ്? ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം പുറത്തേക്ക് വരണമെന്നുമാണ് പ്രേക്ഷകരും പ്രതികരിക്കുന്നത്. നമുക്കൊപ്പം ലിബർട്ടി ബഷീറും ചിന്താ ജെറോമും കൂടി ചേരുന്നു. ലിബർട്ടി ബഷീർ, രണ്ടുപേർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ലിബർട്ടി ബഷീർ, പുതിയ സംഘടനയെക്കുറിച്ചുള്ള അഭിപ്രായം ഉയർന്നു കഴിഞ്ഞപ്പോൾ അതിന് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചവരൊക്കെ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വലിയ പവർ ഗ്രൂപ്പും ഒപ്പം ഫെഫ്ക പ്രതീക്ഷിച്ചത്ര നിലവാരം പുലർത്തുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളുമൊക്കെ ഉയരുന്നതിനിടയിലാണ് ഈ പുതിയ സംഘടനയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ലിബർട്ടി ബഷീറിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഒരു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ പോലെയൊക്കെ ഒരു സംഘടന ഈ ചലച്ചിത്ര മേഖലയിൽ വരണം എന്നാണോ ലിബർട്ടി ബഷീറും ആഗ്രഹിക്കുന്നത്? ഫെഫ്കയെ പോലെ ഒരു സംഘടനയ്ക്ക് ഈ 10,000-ഓളം അംഗങ്ങൾ ആ വിവിധ 10-18 യൂണിയനുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബദൽ സംഘടന വരിക അത്ര എളുപ്പമായിരിക്കുമോ ലിബർട്ടി ബഷീർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ബദൽ സംവിധാനം വരാൻ വേണ്ടി അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മാക്ട ഫെഡറേഷൻ പൊളിഞ്ഞിട്ട് ഫെഫ്ക ഉണ്ടാക്കിയ സമയത്ത് അങ്ങേയറ്റം അന്ന് പാർട്ടി തന്നെ CPI പാർട്ടി തന്നെ ഭരിക്കുന്ന പാർട്ടി അന്നേരം ഭരണപരത്തിനുള്ള. ഇപ്പോൾ അവർ കറണ്ട് ഭരിക്കുന്ന സമയത്ത് അവർ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. അന്ന് അത് ഇവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അത് ഒരിക്കലും നടപ്പിൽ വരാൻ പ്രയാസമാണ്. ഈ ഫെഫ്കനെ പൊളിച്ചിട്ട് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെയോ എല്ലാം ബദൽ സംവിധാനം ഉണ്ടാക്കാൻ എല്ലാ സംഘടനകളും ഒന്നിച്ച് നിൽക്കണം. തിയേറ്റർ ഉടമകളും എല്ലാം ഒന്നിച്ച് നിന്നാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. ഇവിടെ തിയേറ്റർ സംഘടനകളുടെ എല്ലാം ഇപ്പോഴത്തെ ആ പഴയ ആ സെറ്റപ്പിൽ തന്നെ പോവുകയാണ് അരുൺ. അത് അത്ര എളുപ്പമല്ല, കുറേയധികം കഷ്ടപ്പെടണം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ആകെ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഒരു 10, 15, 20, മാക്സിമം 20 പേരുണ്ടാവും. സംഘടനയിൽ 550-600 പേര് ഒഫീഷ്യൽ സംഘടനയുണ്ട്. അൺഒഫീഷ്യലായിട്ട് 100, 150 ആൾക്കാർ വേറെയുണ്ട്. പക്ഷെ സിനിമ എടുക്കുന്ന ആൾക്കാർ 10, 20, 22 ആൾക്കാരാണ് മൊത്തം കേരളത്തിൽ ഉള്ളത്. അതെല്ലാ സ്റ്റേറ്റിലും അങ്ങനെ ഉണ്ടാകാൻ. അപ്പോൾ അവിടെ നിന്ന് അവരൊന്ന് ചെറിയ ചെറിയ പ്രശ്നത്തിന് വേണ്ടി അവർ സിനിമ റിലീസിന് തടസ്സം വരുന്നോ അല്ലെങ്കിൽ വേറെ തടസ്സം വരുന്നോ എല്ലാം നിൽക്കൂല അങ്ങോട്ട്. എല്ലാത്തിനും സിനിമ ഒരു റിസ്ക് പിടിച്ച സിനിമ തന്നെ റിസ്ക്കാണ്. അതിന് പുറമെ ഈ തമ്മിലടിക്ക് വേണ്ടി കൂട്ടുവെക്കാൻ വേണ്ടി അവർ നിൽക്കുകയില്ല. അത് പ്രത്യേക ഒരു സംഘടന ചുരുക്കത്തിൽ ലിബർട്ടി ബഷീർ, എന്താണ് ഈ ഫെഫ്കയുടെ തലപ്പത്ത് അഴിച്ചുപണി വരണം എന്ന് പല ആളുകളും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ സാന്ദ്ര തോമസിനെ പോലുള്ള ആളുകളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ സംഘടനയ്ക്കൊന്നും ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷിയില്ല, ആ സംഘടനയിലേക്ക് മാറ്റം വരണമെന്നാണ്. ലിബർട്ടി ബഷീർ, സാന്ദ്ര തോമസ് തുടക്കത്തിൽ തന്നെ ബദൽ സംവിധാനം, പ്രൊഡ്യൂസേഴ്സിൻ്റെ ബദൽ സംവിധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യാന്നല്ലാണ്ട് അവിടെ നിന്ന് പ്രൊഡ്യൂസേഴ്സ് നിന്നുകൊണ്ട് തന്നെ അതിനെ എതിർക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതന്നെയാണ് സാന്ദ്ര തോമസിനെ പോലത്തെ ആൾക്കാരെ. സാന്ദ്ര തോമസ് കൊല്ലത്തിൽ ഒരു പടം എടുക്കുന്ന വ്യക്തിയാണ്, ഒരു 1-2 പടം എടുക്കുമായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ മൊത്തം ഒരു 10-20 പ്രൊഡ്യൂസേഴ്സ് എന്ന് ശരിക്കും ലൈവായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് 10-20 ആൾക്കാരുണ്ടാവും. ബാക്കിയെല്ലാം ബാക്കി 20 പ്രൊഡ്യൂസേഴ്സിൻ്റെ എല്ലാം ആർട്ടിസ്റ്റുകളാണ്. പൃഥ്വിരാജ്, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എല്ലാം സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയുള്ള ആൾക്കാരാണ്. മമ്മൂട്ടിൻ്റെ മകനുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പ്രൊഡക്ഷൻ കമ്പനിയാണ്. അതെല്ലാം അവരെല്ലാം നിഷ്പക്ഷമായിട്ട് നിൽക്കില്ലാണ്ട് ഒരു സംഘടനയിൽ പോയില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് പടം തുടങ്ങുന്ന സമയത്ത് എല്ലാ സപ്പോർട്ടും അവർക്ക് കിട്ടും. അപ്പോൾ അത് ഇത് ഒരിക്കലും ഒരു സക്സസ് ആയിട്ട് പോയി ഈ പോകുന്നവർ തമ്മിൽ അടിച്ചിട്ടും ഇല്ലാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അതാണ് അതൊരു ബദൽ സംവിധാനം വിജയിക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതാണ് നേരത്തെ ലിജോ ജോസ് പെല്ലിശ്ശേരി അടക്കമുള്ളവർ പറഞ്ഞത്. ആ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, ആ വാർത്ത തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ലിബർട്ടി വരാം ഒരു നിമിഷം. ചിന്ത